وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തഖികളായി ജീവിക്കണേ എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിച്ചാൽ അതിൻ്റെ പര്യവസാനം വേദനാജനകമായ നരകശിക്ഷയായിരിക്കുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നമുക്കറിയാം 2026 ജൂൺ 26 എന്ന തീയതി. എന്നാൽ നമ്മൾ അറിയേണ്ട മറ്റൊരു തീയതി കൂടിയുണ്ട്. ഹിജ്റ കലണ്ടർ പ്രകാരം 1448 മുഹറം 10 കൂടിയാണ്. അതായത് നാം ഒരു പുതിയ വർഷത്തിലാണ് ഉള്ളത് എന്നർത്ഥം. ഇസ്ലാമിലെ ചരിത്ര പ്രധാനമായ ഹിജ്റയുടെ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എണ്ണിത്തുടങ്ങിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ചന്ദ്ര ഉദയത്തിൻ്റെ അസ്തമയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എണ്ണി വരുന്ന 12 മാസങ്ങൾ. അതിൻ്റെ ആദ്യത്തെ മാസമാണ് മുഹറം. എന്തുകൊണ്ടാണ് ഹിജ്റയുമായി ബന്ധപ്പെടുത്തി ആരംഭിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഹിജ്റക്ക് ഇസ്ലാമിൽ അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടായിരുന്ന ശത്രുക്കൾ അതികഠിനമായി പീഡിപ്പിച്ച സമയത്ത് ആ പീഡനങ്ങളെ എതിരിടാനും തുടർന്ന് അവിടെ നിൽക്കാനും കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ അള്ളാഹു അനുമതി നൽകിയത് പ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോവുകയുണ്ടായി. അതിനെ തുടർന്ന് മുസ്ലിങ്ങളെല്ലാവരും ഘട്ടം ഘട്ടമായി മദീനയിലേക്ക് എത്തി. ഈ ഒരു സ്വന്തം നാട്, നമുക്കറിയാം, നാം പിറന്ന നാടും മണ്ണുമെല്ലാം ഉപേക്ഷിച്ച് യാതൊരു പരിചയവുമില്ലാത്ത ഒരു നാട്ടിലേക്ക് പോവുക എന്നുള്ളത് മാനസികമായി വലിയ പ്രയാസമാണ്, വലിയ ത്യാഗമാണ്. ആ ഒരു പലായനം തീർത്തും വ്യത്യസ്തമാവുകയാണ്. അതിൽ ഒരുപാട് ചരിത്രങ്ങൾ
വ്യത്യസ്തമായ ചരിത്രങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി, അദ്ദേഹം ഇറാഖുകാരനായിരുന്നെങ്കിലും റോമയിൽ ചെറിയ പ്രായത്തിൽ തന്നെ അടിമയായി കഴിഞ്ഞതുകൊണ്ട് റോമക്കാരൻ എന്നുള്ള പേരിൽ സുഹൈബ് റൂമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എല്ലാവരും ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്നത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ തടഞ്ഞു വെക്കുകയാണ്. അവർ പറഞ്ഞ കാരണം, നിങ്ങൾക്ക് പോകാം, പക്ഷേ ഇവിടെയുള്ള സമ്പത്ത് നിങ്ങൾ ഇവിടെ നിന്ന് സമ്പാദിച്ചതാണ്. നിങ്ങൾ ദരിദ്രനായിക്കൊണ്ടായിരുന്നു മക്കയിലേക്ക് വന്നത്. ഇവിടെ വന്ന് കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായി, വലിയ കോടീശ്വരൻ എന്ന് തന്നെ നമുക്ക് പറയാം, വലിയ സമ്പത്ത് അദ്ദേഹം ഉണ്ടാക്കി. പോകുമ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അമ്പെയ്ത്തിൽ വലിയ കഴിവുള്ള ആളായിരുന്നു. അത് അദ്ദേഹം പറയുന്നുണ്ട് ശത്രുക്കളോട് ആ സമയത്ത്. എന്നിട്ട് പോലും അദ്ദേഹത്തോട് ശത്രുക്കൾ പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, ഒരു സമ്പത്തിന്റെ ഒരു തരി പോലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോകാൻ പാടില്ല, നിങ്ങളുടെ ശരീരം മാത്രം കൊണ്ടുപോകാം, ഉടുത്ത വസ്ത്രവുമായി നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ എന്ന് ചോദിച്ചപ്പോ അതേ എന്ന് പറഞ്ഞു. ആ സമ്പത്ത് മുഴുവൻ അവിടെ ഉപേക്ഷിച്ചു, എന്നിട്ട് യാത്ര പോയി. അവർക്ക് സമ്പത്തായിരുന്നില്ല വലുത്, ഇസ്ലാമായിരുന്നു വലുത്. കേൾക്കാൻ നിസ്സാരവും പറയാൻ നിസ്സാരവുമായ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു ആയുസ്സിൽ സമ്പാദിച്ച സമ്പാദ്യമെല്ലാം ഒറ്റയടിക്ക് ഒരു നിമിഷം കൊണ്ട് ഒഴിവാക്കി ഒന്നുമില്ലാത്തവനായി സീറോ ആയിക്കൊണ്ട് തുടർന്ന് നടന്നു പോവുക എന്നുള്ളത് ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അള്ളാഹു തൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറച്ച വിശ്വാസമുള്ളവർക്ക് കഴിയുള്ളൂ. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ചോദ്യം അദ്ദേഹത്തെ തളർത്തിയില്ല. എനിക്ക് സ്വർഗമാണ് മുമ്പിൽ അദ്ദേഹം കാണുന്നത്. നമുക്ക് വലിയ പാഠങ്ങളുണ്ട് സഹോദരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് പറഞ്ഞു, റബഹൽ ബൈഉ അബാ യഹ്യ, അബൂ യഹ്യ നിന്റെ കച്ചവടം ലാഭകരമായി. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും, റബഹ സുബൈഹ് റബഹ സുഹൈബ്, സുഹൈബ് ലാഭം നേടിയിരിക്കുന്നു, അവന്റെ കച്ചവടത്തിൽ ലാഭം നേടിയിരിക്കുന്നു. അതായത് അദ്ദേഹം ഈ സമ്പത്ത് ഒഴിവാക്കിയെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിച്ചിരിക്കുന്നു, യഥാർത്ഥ വിജയം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ വചനത്തിന്റെ തഫ്സീറിൽ, വിശദീകരണത്തിൽ പല മുഫസ്സിറുകളും ഇത് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്ര സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് പല മുഫസ്സിറുകളും വിശദീകരിച്ചിട്ടുണ്ട്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ബിത്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ തന്നെ വിൽക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട്. അതിന്റെ തൊട്ട് മുമ്പ് എല്ലാം വിറ്റ് നശിപ്പിക്കുന്ന ദുഷ്ടന്മാരായ ആളുകളുണ്ട് എന്ന് പറഞ്ഞ് അതിനുശേഷം പിന്നെ പറയുന്നത് നന്മ ചെയ്യുന്ന ആളുകളുണ്ട്. സ്വന്തം ശരീരം പോലും നൽകാൻ തയ്യാറായ ആളുകളെ കുറിച്ച് പറഞ്ഞത് പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവമാണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അവന്റെ അടിമകളോട് അങ്ങേയറ്റം ദയയുള്ളവനാണ് എന്ന് അള്ളാഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ലാഭമുള്ള ഒരു കച്ചവടമായിട്ടായിരുന്നു അവരൊക്കെ കണ്ടത്. അള്ളാഹു പ്രത്യേകം എടുത്തു പറയാൻ മാത്രം മികച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കുമുണ്ട് സമ്പത്ത്. ആ സമ്പത്ത് നമ്മെ അതിജയിക്കരുത്, ആ സമ്പത്ത് നമ്മെ കൈകാര്യം ചെയ്യരുത്, ആ സമ്പത്തിനെ നാം കൈകാര്യം ചെയ്യണം. സമ്പത്ത് നമ്മെ നയിക്കരുത്, സമ്പത്തിനെ നയിക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. സമ്പത്തിന്റെ പിന്നാലെ നമ്മളല്ല പോകേണ്ടത്, നമ്മുടെ പിന്നാലെ സമ്പത്ത് വരണം. സമ്പത്ത് നമ്മുടെ കയ്യിലായിരിക്കണം, നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മെ വഴി പിഴപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ മറ്റൊരു ചരിത്രം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൽ മുസ്നി എന്നറിയപ്പെടുന്ന അദ്ദേഹം ഇതുപോലെ നാട് വിട്ടു പോകുന്ന സമയത്ത്, ഹിജ്റയുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ശത്രുക്കൾ തടഞ്ഞു വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രം പോലും അവർ എടുക്കാൻ സമ്മതിച്ചില്ല, ഒരു പുതപ്പ് മാത്രമാണ് ബാക്കി നൽകി. ഉടുത്ത വസ്ത്രം പോലും ധരിക്കാൻ അവർ സമ്മതിച്ചില്ല. അതും ഉപേക്ഷിച്ചു, യാതൊരു മടിയുമില്ലാതെ എല്ലാം അവിടെ ഇട്ട് സമ്പത്തെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ പുതപ്പ് അദ്ദേഹം 2 കഷ്ണമാക്കി, ഒന്ന് ഉടുക്കാനും ഒന്ന് മേൽ പുതുക്കാനും, അതുപോലെ തന്നെ ആരെങ്കിലും ശത്രുക്കൾ കാണുമോ എന്ന് ഭയപ്പെട്ട് മുഖം മറക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു കൊണ്ടുപോയി. അങ്ങനെ പോയി മദീനയിലെത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിഞ്ഞ് സന്തോഷിച്ചു. ഹിജ്റ 9-ലാണ്
തബൂക്ക് യുദ്ധം നടക്കുന്നത്. തബൂക്ക് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. അദ്ദേഹം ആ യാത്രക്കിടയിൽ, ആ യാത്രയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ യാത്ര മധ്യ മരണപ്പെടുന്ന സമയത്ത് അതിനെക്കുറിച്ച് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ഒരു രാത്രിയിൽ ഒരു വെളിച്ചം കണ്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ അബ്ദുല്ലാഹിൽ മുസ്നി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ 3 പേരെയാണ് ഞാൻ ആ രാത്രിയിൽ ചെറിയൊരു വെളിച്ചത്തിൽ ഞാൻ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ഇറങ്ങി നിൽക്കുകയാണ്. അവർ 3 പേരാണ് ഖബർ കുഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് വാങ്ങി ഖബറിലേക്ക് വെക്കുന്നത്. ആ വെക്കുന്ന സമയത്ത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് കൊതിയോട് കൂടി കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കരങ്ങൾ കൊണ്ട് ഖബറിലേക്ക് വെക്കുന്ന ഇത്ര പ്രത്യേകതയുള്ള ആൾ ആരാണെന്ന് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖബറിലേക്ക് വെക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അംസൈതു അൻഹു റാദിയ ഫർദ അൻഹു. അല്ലാഹുവേ, ഇന്നത്തെ വൈകുന്നേരം ഞാൻ ഇദ്ദേഹത്തെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലാഹുവേ നീയും തൃപ്തിപ്പെടണേ എന്ന് ആ ദിവസം ഞാൻ ആഗ്രഹിച്ചു പോയി. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആ ദിവസം ഞാൻ ആഗ്രഹിച്ചു പോയി, ആ ഖബറിൽ കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നബിയുടെ പ്രാർത്ഥന സ്വന്തം കൈകൾ കൊണ്ട് ഖബറിലേക്ക് വെക്കുമ്പോൾ അല്ലാഹുവെ തൃപ്തിപ്പെടണമെന്ന് ആ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൊണ്ട് ആ നാവിൽ നിന്ന് ആ ശബ്ദം കേട്ടപ്പോൾ അത് ഞാനായിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ആ പ്രാർത്ഥന എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ചരിത്രങ്ങളാണ്. അതിനൊക്കെയുള്ള കാരണം അവരുടെ ത്യാഗങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മൾ ത്യാഗം ചെയ്യാറുണ്ട് അല്ലെ? രാത്രി 3:30 എഴുന്നേൽക്കാൻ നമ്മൾ ത്യാഗം ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഫുട്ബോൾ മത്സരം കാണാനാണ്. നമുക്ക് അള്ളാഹു തെളിയിച്ചു തരുന്നു, രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ മനുഷ്യ നിനക്ക് വേണമെങ്കിൽ കഴിയും. ഏത് കോരിച്ചൊരിയുന്ന മഴയാണെങ്കിലും മനുഷ്യ സുബഹിന് ജമാഅത്തിനെത്താൻ 4 മണിക്ക് എഴുന്നേൽക്കാനും 5 മണിയാകുമ്പോഴേക്ക് 4:30 ആകുമ്പോഴേക്ക് പള്ളിയിലെത്താനും നിനക്ക് യാതൊരു പ്രയാസമില്ല നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഫുട്ബോൾ മത്സരം ഉണ്ടാകുമ്പോൾ ഒരു മടിയുമില്ലാതെ ഇന്ന് ചെറുപ്പക്കാരിൽ പലരും എഴുന്നേൽക്കുന്നുണ്ട്. അത് ത്യാഗമാണ്. എന്നാൽ ആ ത്യാഗം ദീനിന് വേണ്ടി, നന്മക്ക് വേണ്ടി മാറ്റിമറിക്കാൻ അല്ലെ, അത് കാണണ്ട എന്നോ പൂർണ്ണമായും വെടിയണമെന്നോ ഒന്നുമല്ല. പക്ഷെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടാവരുത് ഇത്തരം കാര്യങ്ങളൊന്നും. നമ്മുടെ പ്രധാനപ്പെട്ട നിർബന്ധങ്ങൾ മറികടന്നുകൊണ്ടാവരുത് ഇതൊന്നും. അതൊക്കെ അല്പമാവാം, അതിനെല്ലാം പരിധിയുണ്ട്. ഇസ്ലാം കൃത്യമായി എല്ലാത്തിനും വിനോദവും വ്യായാമവും ഒക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെതായ രീതികളും പരിധികളും പരിമിതികളും ഉണ്ട് എന്ന് മാത്രം. സഹോദരങ്ങളെ, ഇവരൊക്കെ ചെയ്ത ത്യാഗം സ്വർഗത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഹിജ്റക്ക് അനുമതി കിട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, എനിക്ക് അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു സന്തോഷമൊന്നുമില്ല, എന്തൊക്കെയോ ആശങ്കയാണ്. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് പോകും? പിന്നെ മറ്റൊരു സമയത്ത് വന്നിട്ട് പറയാണ്, താങ്കൾ കൂടി എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുപാട് സന്തോഷം കൊണ്ട് കരയുകയാണ്. കാരണം നബിയുടെ കൂടെ പോകാൻ അവസരം. കാരണം എന്റെ പ്രിയപ്പെട്ട റസൂൽ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് ആ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോകുമ്പോൾ കൂടെ പോകാൻ അവസരം കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ട് പെട്ടെന്ന് വസ്ത്രങ്ങളെല്ലാം തയ്യാറാക്കി എല്ലാം ഒരുങ്ങുകയാണ്. കയ്യിലുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ട് പോവുകയാണ്. ആരും കാണാതെ പെട്ടെന്ന് പോകണം. ശത്രുക്കൾ വളരെ ഗൗരവമായി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ ഉടൻ കൊല്ലണമെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ മാറ്റിക്കിടത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ട ചരിത്രമെല്ലാം നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ശത്രുക്കൾ എവിടെയാണെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ രഹസ്യമായി രാത്രിയിൽ ഇതിനെല്ലാം ഒരുങ്ങുന്നത്. ആ ഒരുക്കത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹയും അസ്മാ റളിയല്ലാഹു അൻഹയും ഇവർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കാൻ ആ ധൃതിയിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് ഭക്ഷണം കെട്ടിവെക്കാന് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്റെ അരയിലുള്ള പട്ട കീറി ഒന്ന് വസ്ത്രമാക്കി കൊടുക്കാനും ഒന്ന് കീറിയിട്ട് ഭക്ഷണമാക്കി കെട്ടുകയും ചെയ്തു. ദാത്തുൻ നിത്താഖത്തൈൻ എന്നറിയപ്പെടുന്ന സഹാബ വനിതയാണ് അസ്മാ റളിയല്ലാഹു അൻഹ അല്ലെ. ഒന്നുടുത്ത് ഒന്ന് ഭക്ഷണമാക്കി കെട്ടിക്കൊടുത്തു. അത് മാത്രമല്ല, അവരെ യാത്ര അയച്ച് അല്ലെ. നമുക്കറിയാം സൗർ ഗുഹ എത്രമാത്രം ഉയരത്തിലാണ്, എത്രമാത്രം മുകളിലേക്ക് കയറാനുണ്ട് എന്ന് കണ്ടവർക്കെല്ലാം അറിയാം. അവിടേക്ക് ഭക്ഷണവുമായി ഇടയ്ക്ക് ശത്രുക്കളെ കാണാതെ പോകുന്നത് അസ്മാ റളിയല്ലാഹു അൻഹയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ത്യാഗത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് പാഠങ്ങളുണ്ട് സഹോദരിമാരെ. നമുക്ക് ഒന്നും ചെയ്യാതെ സ്വർഗം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കണ്ട. ശത്രുക്കൾ കണ്ടാൽ തല പോകുമെന്ന് ഉറപ്പായിട്ടും ആ കുന്ന് കയറി. മാത്രമല്ല, ഗർഭിണിയായ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ അന്ന് ഗർഭിണിയാണ്. എന്നിട്ടും ആ ത്യാഗം സഹിച്ച് സ്വന്തം ഉപ്പക്കും പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്ത് ആരും അറിയാതെ പല പ്രാവശ്യം തിരിച്ചു വന്നിട്ടുണ്ട്. 3 ദിവസം അവർ ആ ഗുഹയിൽ കഴിഞ്ഞിട്ടുണ്ട്.
ഈ അസ്മാ റളിയല്ലാഹു അൻഹ പിന്നീട് ഹിജ്റ പോകുന്നുണ്ട്. ഹിജ്റ പോകുമ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. മദീനയിലെത്തി അധികം വൈകാതെ പ്രസവിക്കുന്നുണ്ട്. ആ യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നല്ല മനോഹരമായ കാറിൽ യാത്ര ചെയ്യുന്നതല്ല ഓർമ്മ വരേണ്ടത്. കടുത്ത മണലാരണ്യത്തിൽ ചൂടുള്ള അന്നത്തെ യാത്രയിൽ ഇന്നത്തെ റോഡുകൾ പോലും ഇല്ലാത്ത അന്നത്തെ ഒട്ടകപ്പുറത്തോ നടന്നോ കുതിരപ്പുറത്തോ ഒക്കെയായി യാത്ര ചെയ്യുന്നത് 5-10 കിലോമീറ്റർ അല്ല സഹോദരങ്ങളെ, അല്ലെ? 10 കിലോമീറ്ററും 50 കിലോമീറ്ററും നടന്ന കഥകൾ ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്ക് പറയാനുണ്ടാവും. സ്കൂളിൽ പോയ കഥകൾ പറയാനുണ്ടാവും 10 കിലോമീറ്റർ നടന്നത്. ഇത് 10-20 കിലോമീറ്റർ അല്ല, 400-ലധികം കിലോമീറ്റർ ദൂരമുള്ള മദീനയിലേക്ക് മക്കയിൽ നിന്നും അവർ യാത്ര തിരിക്കുകയാണ് ദീനിന് വേണ്ടി, ദീൻ സംരക്ഷിക്കാൻ വേണ്ടി. നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഞാനൊക്കെ എന്തോ ചെയ്തു എന്നുള്ള തോന്നൽ പിശാച് നമുക്ക് തരും. ഞാൻ തരക്കടില്ലാന്ന് തോന്നും. നമ്മളൊന്നും ചെയ്തിട്ടില്ല സഹോദരങ്ങളെ. ഇത്രയൊക്കെ ത്യാഗം ചെയ്ത സ്വഹാബത്ത് മരണപ്പെടുമ്പോ കരയാണ്, പടച്ചോനെ ഞാനൊക്കെ രക്ഷപ്പെടുമെന്ന് പേടിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എവിടെ നിൽക്കുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ഈ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ മദീനയിൽ എത്തിയ ഉടനെ അധികം വൈകാതെ തന്നെ അസ്മാ റളിയല്ലാഹു അൻഹ പ്രസവിക്കുകയാണ്. അസ്മാ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് സുബൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. കുട്ടിക്ക് പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. കുട്ടിയെ, ചെറിയ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അബ്ദുള്ള എന്ന് പേരിട്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ, ധീരനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധുരം നൽകി, പേര് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ ചവച്ചുകൊണ്ട് ചെറിയ മധുരം പകർന്നു കൊടുത്തു. അങ്ങനെ പേരിട്ടു. ആദ്യമായി മദീനയിൽ മുസ്ലിങ്ങൾക്കുണ്ടായ കുഞ്ഞ് എന്ന് അറിയപ്പെടുന്നത് ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ശിക്ഷണത്തിലാണ് വളരുന്നത്. ഐഷ റളിയല്ലാഹു അൻഹയും അസ്മാ റളിയല്ലാഹു അൻഹയുമെല്ലാം ധീരന്മാരായിരുന്നു, ഭയമില്ലാത്തവരായിരുന്നു, ദീൻ ഉൾക്കൊള്ളാൻ മടിയില്ലാത്തവരായിരുന്നു, തന്റെ ഇടമുള്ളവരായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു അവർ ദീനിന്റെ പോരാളികളാണ് എന്ന്. അവരെ വളർത്തിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈ അസ്മാ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പലരും പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അസ്മാ റളിയല്ലാഹു അൻഹ ധാരാളമായി നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നെ സുബൈർ വിവാഹം കഴിച്ച് വളരെ പട്ടിണിയിലും പ്രയാസത്തിലുമായിരുന്നു. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ഒരു കുതിര മാത്രമായിരുന്നു. എന്നാലും ഞങ്ങൾ സംതൃപ്തിയോടുകൂടി ഉള്ളത് കൊണ്ട് ജീവിച്ചു എന്ന് പറയുന്നു. താബികളായ പണ്ഡിതന്മാർ ചിലർ പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം അസ്മാ റളിയല്ലാഹു അൻഹയെ പ്രായമായ സമയത്ത് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ നമസ്കരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ കാണാറുണ്ടായിരുന്നത്. സ്വന്തം മകനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു ഇംറഅത്തുൻ ഖത്തുൻ അജ്വദു മിൻ ആയിഷ വ അസ്മാ റളിയല്ലാഹു അൻഹുമാ. അസ്മാ റളിയല്ലാഹു അൻഹയെക്കാളും ആയിഷ റളിയല്ലാഹു അൻഹയെക്കാളും അജ്വദായിട്ടുള്ള, അതായത് ഔദാര്യവാന്മാരായിട്ടില്ല, ഒന്നുമില്ലെങ്കിലും ധാരാളമായി നൽകുമായിരുന്നു, യാതൊരു മടിയില്ലാതെ കൊടുക്കുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിലും ഉള്ളതിൽ നിന്ന് കൊടുക്കാനുള്ള നല്ലൊരു മനസ്സ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മനോഹരമായ ഒരുപാട് ചരിത്രങ്ങൾ ഈ ഹിജ്റക്ക് പറയാനുണ്ട് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്ത് സൗറിൽ ഇരിക്കുന്ന സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയപ്പെടുന്നത്. കാരണം തൊട്ടടുത്തുകൂടെ ശത്രുക്കൾ തെരഞ്ഞു നടക്കുന്നുണ്ട്. ആ തെരഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന്റെ ഉള്ളിൽ നിന്നും മെല്ലെ പറയുന്നു, നബിയെ അവരുടെ കാല് ഞാൻ കാണുന്നുണ്ട്, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണും, നമ്മൾ പിടിച്ചത് തന്നെ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ശത്രുക്കളാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും, എന്താ ചെയ്യുക? പേടിച്ച് വിറച്ചു നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുന്നത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അതൊരു വല്ലാത്തൊരു വചനാണ്. ലാ തഹ്സൻ, വിഷമിക്കണ്ട, ഇന്നല്ലാഹ മഅന. നമ്മൾ 2 ആളല്ല 3 ആളുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിശക്തമായ പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. അള്ളാഹു എന്റെ കൂടെയുണ്ട്. ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം മുന്നിൽ കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം, പ്രശ്നമില്ല, എന്ത് വന്നാലും ശരി അള്ളാഹു എന്റെ കൂടെയുണ്ട്. ആ ഈമാനാണ് നമുക്ക് വേണ്ടത്, ആ കരുത്താണ്, ആ തഖ്വയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. അത്തരത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കുന്ന മനോഹരമായ ഒരു ചരിത്രമാണ് ഹിജ്റയുടെ ചരിത്രം. നമ്മൾ പാഠം ഉൾക്കൊള്ളാം. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതാണ്. ആ വർഷം മനോഹരമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ മരണത്തിലേക്ക് ഒന്നുകൂടി അടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാറി ചിന്തിക്കാൻ നമ്മൾ ഇത്തരം ചരിത്രങ്ങൾ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹിൽ അലീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على رسول الكريم وعلى آله وأصحابه أجمعين أما بعد. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി, ദുരന്തമായി മാറിയിരിക്കുകയാണ് ലഹരി എന്നുള്ളത്. മുമ്പ് കാലത്ത് ഒരു മദ്യപാനം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഭീകരമായി തോന്നിയിരുന്നു. ഇന്ന് അതിൻ്റെ പല രൂപങ്ങളാണ്, പുതിയ പുതിയ വേർഷനുകൾ, അതിൻ്റെ അപ്ഡേഷനുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നുണ്ട് വ്യാപകമായി. അതിൻ്റെ ദുരന്തം ഇന്ന് പല രാഷ്ട്രങ്ങളും തിരിച്ചറിയുകയും പല രാഷ്ട്രീയ നേതാക്കൾ തിരിച്ചറിയുകയും സർക്കാരുകൾ തന്നെ അതിനെതിരെ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശാവഹമായ കാര്യമാണ്. എങ്കിലും അതിശക്തമായി ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ ഇത്തരം തിന്മയിലേക്ക് അറിയാതെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകാൻ പാടില്ല. ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കേട്ടൊരു ശബ്ദമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള വീട്ടിൽ നിന്നും ഒരു 3-ാം ക്ലാസ്സുകാരൻ, 3-ാം ക്ലാസ്സിലുള്ള ചെറിയ കുട്ടി രാവിലെ ജോലിക്ക് പോകുന്ന അച്ഛനോട് പറയണം, അച്ഛ ഇന്ന് കുടിച്ചു വരരുത് കേട്ടോ. ആവർത്തിച്ച് പറയണം, അച്ഛ ഇന്ന് കുടിക്കരുത് കേട്ടോ അച്ഛ എന്ന്. അപ്പം അതേ എന്ന് അച്ഛൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവൻ പറയാണ്, ഇതൊക്കെ സമ്മതിച്ചിട്ട് ഇന്നലെ വന്ന പോലെ കുടിച്ചു വരരുതേ, വീണ്ടും ആവർത്തിച്ച് അവൻ പറയാം. ആ ദയനീയ രംഗം ഒന്ന് ആലോചിച്ച് നോക്ക്. കുടിച്ചു വന്നാൽ അച്ഛൻ്റെ അവസ്ഥ ഇതല്ല. ഈ സ്നേഹമുള്ള അച്ഛനെ, രാവിലെ ജോലിക്ക് പോകുന്ന ഈ സ്നേഹമുള്ള അച്ഛനെല്ലാം തിരിച്ചു വരുമ്പോൾ മദ്യം കഴിച്ചാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഉണ്ടാവാന്ന് അറിയുന്ന ആ 3-ാം ക്ലാസ്സുകാരൻ്റെ ഒരു വല്ലാത്തൊരു വിലാപമാണ്. മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ഞാനത് കേൾക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ്. അവിടെ ബഹളങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതാണ് അവസ്ഥ. ലഹരി ഉപയോഗിച്ചാൽ മനുഷ്യനല്ലാതായി മാറുന്നു. എത്ര കുട്ടികളാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെ. ഇന്നലെ വന്ന വാർത്തയാണ് 10-ാം ക്ലാസ്സുകാരൻ്റെ ഒരു ബാഗിൽ നിന്നും കുപ്പിയിൽ മദ്യം പിടിച്ചു മറ്റുള്ള കുട്ടികൾക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നലെ വന്ന വാർത്തയാണ്. എല്ലാവരും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും വ്യത്യാസമല്ലാതെ പെൺകുട്ടികളൊക്കെ ഇതിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ അവരെല്ലാ വിധത്തിലുള്ള ചൂഷണങ്ങളും കഴിഞ്ഞ് അവരുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ തിരിച്ചറിയാന്നുള്ളത് വലിയ ദുരന്തമാണ്. എല്ലാം തകർന്ന് എത്ര ആളുകളാണ്, നമുക്ക് എത്ര മുഖങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവും ഇപ്പോൾ അല്ലെ. വീട്ടിൽ നിന്ന് പുറത്താക്കാണ് ചില മക്കളെ. ആ ഉമ്മക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്? അല്ല, ഉമ്മക്ക് പേടിയായിട്ടാണ്. ഉമ്മക്ക് അവിടെ നിൽക്കാൻ പേടിയാണ്. പണം ചോദിക്കാണ്, കൊടുക്കാനില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തും ചെയ്യും. എത്ര കൊലപാതകങ്ങൾ നമ്മൾ കേട്ടു. അവരൊക്കെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളായിരുന്നില്ലേ? ഉമ്മയെ അറിയാത്തവരാണോ അവര്? ആ ഉമ്മയെ കൊല്ലാൻ മാത്രം ക്രൂരന്മാരാണോ? അതായതെങ്ങനെ? അവരായി മാറിയതാണ്. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ആരും ക്രൂരന്മാരാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അല്ലെ. പല കാരണങ്ങളിൽ, ചില ആഘോഷങ്ങളുടെ പേരിലൊക്കെയാണ് തുടങ്ങുക. ആദ്യം ചെറിയ പേരിൽ, ആദ്യം നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് വെറുതെ രസത്തിന് ഒക്കെ തുടങ്ങും. പിന്നെ അതിൽ നിന്നും മാറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ശരി, അവസാനം തീരാ ദുഃഖമായിരിക്കും. അവസാനം എല്ലാം നശിച്ച് കെട്ടടങ്ങുന്ന ഒരു ദുരന്തത്തിലേക്ക്, ഇഹലോകവും പരലോകവും നശിക്കുന്ന അവസ്ഥയിലേക്കായിരിക്കും അവസാനം എത്തിപ്പെടുക. ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക രസങ്ങൾക്ക് വേണ്ടി തുടങ്ങി പിന്നീട് വലിയ അപകടത്തിലേക്ക് ഒരിക്കലും കരകയറാൻ കഴിയാതെ എത്ര ആളുകൾ വിലപിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും കരകയറാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന, വിതുമ്പുന്ന എത്ര ആളുകൾ, എത്ര മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സഹോദരൻ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലെ, ശരീരമൊക്കെ മെല്ലെ തളർന്ന്, കണ്ണൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പോയി, മുഖം ചുളിഞ്ഞ് എല്ലാം ഇങ്ങനെ ആരോഗ്യം നശിച്ചു പോകും. ഏത് സമയത്തും ഭയമായിരിക്കും ഉള്ളിൽ. നമ്മൾ വിചാരിക്കും ഭയങ്കര ധൈര്യമായിരിക്കും, ഇവര് എന്തിനും ധൈര്യമുള്ളവരാണ്. ഉള്ളിൽ ശരിക്കും ഭയമായിരിക്കും അവർക്ക്. ശക്തമായ പേടി, ആരെയും പേടിയായിരിക്കും. ഒരു സമാധാനം ഉണ്ടാവില്ല. അത് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം കിട്ടുന്ന താൽക്കാലികമായ ഒരു ഡോപ്പമിന്റെ ആ ഒരു സന്തോഷം മാത്രമാണ് ശാസ്ത്രം പറയുന്നത്. അത് മാത്രമല്ല, അത് കൂടി വരാനാണ് ആഗ്രഹിക്കുക. അതുള്ളത് കൊണ്ട് പിന്നെ തൃപ്തിപ്പെടാൻ പറ്റില്ല. അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ സാധാരണ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല. പിന്നെ നോർമലായിട്ടുള്ള ഹാപ്പി അവൻ ഉണ്ടാവില്ല. ഹാപ്പി ഉണ്ടാവണേ ഇത് മാത്രം വേണം. ആ ദുരന്തം ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണ് ഇതിന് അടിമപ്പെടുന്നതും ഇതിലേക്ക് എത്തിപ്പെടുന്നതും പിന്നെ പണം കൂടുതൽ ആവശ്യമായി വരുന്നതും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നതും. എല്ലാ തിന്മകളുടെയും കാരണക്കാരനാണ് ഈ മദ്യം, ലഹരി, എല്ലാ ലഹരികളും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കൊലപാതകം, വാഹനാപകടം, തർക്കങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അടിപിടി കേസ് എല്ലാം എടുത്തു പരിശോധിച്ചാൽ അതിന്റെ പിന്നിൽ നല്ലൊരു ശതമാനവും ഈ ലഹരിക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവും.
കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ ഫിൽ ഖംരി വൽ മൈസിർ. അല്ലെ, അത് ഉണ്ടാക്കുന്നത് അദാവത്തും ബഗ്ദാഉമാണ്, ശത്രുതയും വിദ്വേഷവും പകയുമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ലഹരികൾ ഉണ്ടാക്കുന്നത് ഇത് മാത്രമാണ്, സ്നേഹം ഉണ്ടാക്കുന്നില്ല, യാതൊരു നന്മയുമില്ല, ഇതിലൊക്കെ തിന്മ മാത്രമാണുള്ളത്. അത് മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് തടയും. വയസ്സുദ്ധക്കും അന്തിക്കില്ല വാനിസ്വല, നമസ്കാരത്തെ തൊട്ടും അള്ളാഹിനെ ഓർക്കുന്നതിനെ തൊട്ടും എല്ലാം തടയും. പിന്നെ അതിന്റെ ദുരന്തം എന്തായിരിക്കുമെന്ന് നമുക്ക് പറയേണ്ടതില്ലല്ലോ സഹോദരങ്ങളെ. ശക്തമായ ബോധവൽക്കരണം ഇവിടെ ആവശ്യമാണ്. ഇനി ആരെങ്കിലും അതിലേക്ക് എത്തിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി. സ്ഥിരമായി കണ്ടിരുന്ന ഒരാളെ കാണാതായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു അദ്ദേഹം തനി മദ്യപാനിയായി, കുടിയനായി, ദീനൊക്കെ വിട്ട് നശിച്ചു പോയിട്ടുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണ്, കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു കത്തെഴുതി, വളരെ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകളോടെ കത്തെഴുതി. ആ കത്തുമായി അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞു വന്നു. അദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ വഴി തെറ്റി എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇന്ന് വരെ ഇത്ര സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ചെറുത്ത് പിടിക്കൽ മതിയാകും ഇത്തരം ആളുകൾക്ക് തിരിച്ചു വരാൻ. ആരാണ് നന്മ ആഗ്രഹിക്കാത്തത്? അവരാരും ആഗ്രഹിക്കുന്നവരല്ല, അവരെത്തിപ്പെട്ടതാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും എളുപ്പമാണ്, അതെല്ലാവർക്കും കഴിയും. പക്ഷെ ചേർത്ത് പിടിച്ച് ആ തിന്മയെ തിരുത്തിക്കൊണ്ട് നന്മയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ സമൂഹത്തിന്റെ ഈ പോക്ക്, പുതിയ തലമുറ എത്തിപ്പെടുന്ന ഭീകരമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ദീനുമായി ബന്ധപ്പെടുത്താനും മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാനും അത്തരം സംരംഭങ്ങൾ കൂടുതൽ കൊണ്ടുവരാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്ന നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട പിരിവ് ഇന്നുണ്ടാവും. അപ്പൊ അതിന് പരമാവധി ആത്മാർത്ഥമായി എല്ലാവരും സഹായിക്കണം. ഒരു നന്മയുടെ സംരംഭം എന്നുള്ള നിലയ്ക്ക് കഴിവിന്റെ പരമാവധി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ലഹരികളിൽ നിന്നുമെല്ലാം നമ്മയും പുതിയ തലമുറയെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീൻ കൃത്യമായി പാലിച്ച് സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രമായ ഹിജ്റയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യവും നന്മയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വന്നു പോയിട്ടുള്ള എല്ലാവിധ തിന്മകളും പാപങ്ങളും അള്ളാഹു അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. രോഗം കൊണ്ടും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ ജീവിക്കാനും അവസാനം കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു മരണപ്പെടാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك.